നാളെ തുടങ്ങി ഞാനൊരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ പോണേണ് ലൈഫിൽ. ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല ഞാനിങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇത് ഫോളോ ചെയ്യാൻ പോണേന്ന് ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല. പക്ഷേ ഇതെനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ ചലഞ്ച് പോലെ ഞാൻ ഈ യൂട്യൂബിൽ ലോങ് വീഡിയോ ഡെയിലി നിങ്ങൾ കാണുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിൽ വിട്ട് നമുക്ക് വരാം. അപ്പോൾ ഞാനൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ തീരുമാനിക്കണേണ്. അത് പെട്ടെന്നുള്ള തീരുമാനം ആയിരുന്നു എന്ന് ചോദിച്ചാൽ അതെ, പെട്ടെന്ന് തീരുമാനിക്കേണ്ടി വന്നു, സാഹചര്യങ്ങൾ കാരണം. എന്താ വെച്ചാൽ എനിക്കിത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണത്, ഇത് ഞാൻ എപ്പോഴും ഹാപ്പി അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്കിൻ കെയർ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണത്. ഇതിൽ ഞാൻ പറയണത് ചിലപ്പോൾ ഹാപ്പി അല്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പം യെസ്, നിങ്ങളിത് ഫുള്ള് വാച്ച് ചെയ്യാം. ഞാനപ്പം നിങ്ങളോട് ഷെയർ ചെയ്യണത് ഇത് നിങ്ങൾക്കും കൂടി ഹെൽപ്ഫുള്ളാവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിത് ഷെയർ ചെയ്യണത്. അല്ലാതെ ചലഞ്ചായിട്ട് ചെയ്യണത് എനിക്കും കൂടി വേണ്ടിയാണ്, ഞാൻ കൺസിസ്റ്റൻ്റ് ആവാനും കൂടി വേണ്ടിയാണ്. പിന്നെ എൻ്റെ പോലത്തെ സിറ്റുവേഷനിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഹെൽപ്ഫുള്ളാവട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യണത്. കാരണം ഞാൻ പറയാം, നിങ്ങൾക്കറിയാം, എനിക്ക് കുറേ കൊമൻസ് വന്നൊരു കാര്യമുണ്ട്, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്യാഞ്ഞെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഞാൻ ചെയ്യും. പക്ഷേ എൻ്റെ ഒരു എന്താ പറയുക, ഞാൻ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണ ഒരു വ്യക്തിയല്ല. ഞാൻ ഈവൻ വെജിറ്റബിൾസ് കഴിക്കില്ല, അല്ലെങ്കിൽ നല്ല നല്ല ഫുഡല്ല കഴിക്കണത്. ഫുഡ് ഇടയ്ക്ക് കഴിക്കില്ല, 2 നേരം കഴിക്കില്ല, 1 നേരം കഴിക്കും, അല്ലെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഫോളോ ചെയ്യില്ല. അപ്പോൾ ഒട്ടും ഹെൽത്തി അല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈല് നിങ്ങളെയും എനിക്ക് കാണിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ വിചാരിച്ചു, ഇങ്ങനെ ചേഞ്ച് ആകുമ്പം അത് നിങ്ങൾക്കും എനിക്ക് കാണിക്കാം. അത് ഹെൽത്തി ആയതുകൊണ്ട് അത് ബാക്കി ആർക്കെങ്കിലും ഇൻസ്പയർ ആയാലോ, അല്ലെങ്കിൽ ബാക്കി ആരെങ്കിലും അത് ചെയ്യാൻ തുടങ്ങിയാലോ അതെനിക്കും സന്തോഷം തന്നെയല്ലേ. കാര്യം എന്നെ സംബന്ധിച്ചോളം ഞാൻ എല്ലാവരെയും എന്താ പറയുക, ഹെൽപ്പ് ചെയ്യാനും ഇങ്ങനത്തെ ഒരു കാര്യം തുടങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും പറയും ആരോടും പറയരുതെന്ന്. പക്ഷേ ഞാൻ പറയണതെന്ന് വെച്ചാൽ എന്നെപ്പോലെ ആ ഒരു സാഹചര്യം എന്നിപ്പോൾ ഞാൻ പറയണ കാരണങ്ങളൊക്കെ ഞാൻ പറയാം. അങ്ങനെ കടന്നുപോയ ആൾക്കാരാണ്, അത് ഹെൽപ്ഫുള്ളാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എനിക്ക് അത്യാവശ്യം ഞാൻ ആദ്യം എൻ്റെ കുറവുകൾ കാര്യങ്ങളും പറയാം. ഞാൻ ഹെൽത്തി ഫുഡും കാര്യങ്ങളും എല്ലാം കഴിക്കുന്നത്, പിന്നെ വെജിറ്റബിൾസ് ഒട്ടും തൊടില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പം എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് നമ്മൾ UK മൂവ് ചെയ്തപ്പോൾ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ വളരെ എന്താ പറയുക, അത്യാവശ്യം നല്ല മൂഡ് സ്വിങ്സ് കാര്യങ്ങൾ, പിന്നെ സത്യം പറഞ്ഞാൽ പാനിക് അറ്റാക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ലൈഫിലോട്ട് കടന്നു വന്നു. ഒന്ന് ഹെൽത്തി അല്ല, പിന്നെ നമുക്ക് വർക്കിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് സ്ട്രെസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ കടന്നു വന്ന ഒരു സംഭവമാണ്. അതായത് നമ്മൾ തിരക്കാണ്, നമുക്കൊന്നിനും സമയമില്ല, ഒന്നിനും നേരമില്ല. ഇത് തന്നെ നമ്മളെ തന്നെ കെയർ ചെയ്യാത്തൊരവസ്ഥ. ഞാൻ എന്നെ കെയർ ചെയ്യണുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എന്നെ നോക്കണുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുക, യൂട്യൂബ് ചെയ്യാൻ, ജോലി ചെയ്യുക, അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ എന്നെ കെയർ ചെയ്യാറുണ്ടായിരുന്നില്ല. ഒരു നിമിഷത്തെ എനിക്ക് തോന്നി ഐ നീഡ് ടു ടേക്ക് കെയർ ഓഫ് മൈസെൽഫ് എന്ന് തോന്നിയ ആ സമയം ആണിത്. അപ്പം ഞാൻ ആദ്യം തീരുമാനിച്ചൊരു കാര്യം ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സപ്ലിമെൻറ്റ്സ് എടുക്കണില്ല. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടും പിന്നെ സപ്ലിമെൻറ്റ്സ് എടുക്കണില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ സപ്ലിമെൻറ്റ്സ് തുടങ്ങണേനും ഞാൻ ഓൾറെഡി എൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തതാണ്. എനിക്ക് അത്യാവശ്യം അയോൺ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ സപ്ലിമെൻറ്റ്സ് ഒക്കെ ഇനി റെഗുലറായിട്ട് ഈ ഒരു ഹെൽത്തിയിലോട്ട് കടക്കുമ്പോഴേക്കും തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡും കാര്യങ്ങളും നല്ല കറക്റ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അതെല്ലാമായിരിക്കും എൻ്റെ റെഗുലർ ഡെയിലി വ്ളോഗിൽ നിങ്ങൾ കാണുന്നത്. പക്ഷേ അത് ലോങ് വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണാം, എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അത് നിങ്ങൾക്കും കൂടി ഹെൽപ്ഫുള്ളാവണമെങ്കിൽ അതിലും എനിക്ക് വളരെ സന്തോഷമാണ് ഉള്ളത്. യെസ്, അപ്പോൾ ഞാനങ്ങനെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു, ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ പോയതുകൊണ്ട്. അപ്പം അതത്ര നല്ല ടൈമല്ല. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഭയങ്കര ബിസിയാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാലും ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാനുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടാനുണ്ടായിരുന്നു, കൊളാബ് എടുത്ത കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ ഫുള്ള് റിക്കവർ ആയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല.
എന്നാലും ബെറ്റർ ആയിട്ടുണ്ട്. അപ്പം എനിക്ക് വേണ്ടി തന്നെ എനിക്ക് വേണ്ടി ഞാൻ എന്താ പറയുക, എനിക്ക് വേണ്ടി ജീവിക്കാമെന്ന് വിചാരിച്ചു. അതിൽ നമ്മൾ മെയിനായിട്ട് എനിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മുടെ ഹെൽത്താണ്. നമ്മൾ എത്ര പൈസ ഉണ്ടാക്കിയാലും എന്തുണ്ടാക്കിയാലും നമ്മുടെ ഹെൽത്ത് നോക്കണം. അപ്പോൾ അത് ഞാൻ തീരുമാനിച്ചു. പിന്നെ ഞാൻ എന്തായാലും എൻ്റെ ഹോർമോൺ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടുത്തെ GP അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് അതൊക്കെ എപ്പോഴാണ് കിട്ടണമെന്ന് അറിയില്ല. പിന്നെ അത്യാവശ്യം അല്ലാതെ ഞാൻ തെറാപ്പി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം അത് എനിക്ക് വേണ്ടിയാണ്. കാരണം എനിക്ക് വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ലൈക്ക് ഐ ആം ഓക്കെ, എല്ലാത്തിലും ഓക്കെയാണ്. മേ ബി ഇവിടുത്തെ വർക്കും കാര്യങ്ങളും ഇത് ക്ലൈമറ്റിൻ്റെ ഒക്കെ കൂടി നമ്മളെ മെൻ്റലി എഫക്റ്റ് ചെയ്യണ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ഭയങ്കര ബിസി എന്ന് വെച്ചാൽ സമയം കണ്ടെത്തിയില്ല, അതുകൊണ്ടായിരിക്കാം. കാരണം എനിക്കിപ്പോഴും അറിയില്ല എന്തുകൊണ്ടാണ്. അപ്പം അങ്ങനെയാണ് ഞാനിത് തീരുമാനിച്ചത്. പിന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയത് എൻ്റെ ഭർത്താവ് തന്നെയാണ്. ബാലു ഇതേപോലെ ഹെൽത്തി, ബാലു എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഭയങ്കര ഫുഡിയായിരുന്നു. അപ്പോൾ അത് ഫുഡൊക്കെ മാറ്റി, ഫുഡൊക്കെ കറക്റ്റ് കഴിച്ചു. അത്യാവശ്യം ഇപ്പം വെയിറ്റൊക്കെ കുറച്ച് ബാലു ആഗ്രഹിച്ച രീതിയിലായി. അപ്പം അത് എന്നെ ഇൻസ്പയർഡായ കാര്യം എന്താണെന്ന് വെച്ചാൽ ബാലുവിന് ഹെൽത്തി ഡയറ്റൊക്കെ എങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചു. കാര്യം അത്രയും ഫുഡിയായിട്ട് ഒരാൾ, അത്യാവശ്യം ഞങ്ങൾ പുറത്തുപോയി ഫുഡ് കഴിക്കണേ, അങ്ങനെ ഫുഡ് കഴിച്ചിരുന്ന ഒരാൾ, പിന്നെ ഇപ്പോൾ കള്ളുകൂടി ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ മൊത്തത്തിൽ കുറച്ച്, ഭയങ്കരമായിട്ട് കുടിക്കൂലായിരുന്നെങ്കിൽ പോലും കുടിക്കണുണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് അങ്ങനെ അത്രയും നല്ല രീതിയിൽ ലൈഫ് സ്റ്റൈലാക്കിയപ്പം അതും എന്നെ ഇൻസ്പയർഡായി. ബാലുവിന് പറ്റിയല്ലോ, അപ്പോൾ എന്തായാലും എനിക്കും നോക്കാം, എനിക്കും പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എനിക്ക് മെയിനായിട്ട് റീസൺ ഇതേപോലെ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഞാൻ എല്ലാം മാറ്റി ഇതിൽ ഫോക്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അത് ഓഫ് കോഴ്സ് എനിക്കും കൂടി വേണ്ടിയാണ്. കാര്യം ആ ചലഞ്ച് ഞാൻ ഫോളോ ചെയ്യാനും അല്ലാതെ അത് ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടാനും കൂടിയാണ്. പിന്നെ വേറൊരു കാര്യം, ഞാൻ എന്തായാലും ക്ഷീണിച്ചിരിക്കണതുകൊണ്ട് എനിക്ക് വെയിറ്റ് കുറയ്ക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ വെയിറ്റ് ഗെയിൻ ആണ് എൻ്റെ മനസ്സിൽ നിന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. എനിക്ക് വെയിറ്റ് എങ്ങനെയാണ് ഞാൻ ഇരിക്കണം അതിൽ ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം എന്നോടിപ്പം ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, എന്ത് ക്ഷീണിച്ചമ്മി, അല്ലെങ്കിൽ എന്ത് ക്ഷീണമാണ്, മറ്റേത് മറിച്ചത് കുറേ പണ്ട് തുടങ്ങിയേ കേട്ടിട്ടുള്ളത്. അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. പണ്ട് കേട്ടത് ചിലപ്പോൾ എനിക്ക് കാര്യമാക്കിയിട്ടുണ്ടാവും. കാര്യം ഇപ്പോഴും ചില കാര്യത്തിൽ എനിക്ക് കയ്യിൽ ഇപ്പം വാച്ചൊക്കെ ഇടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ചില ഡ്രസ്സുകൾ ഇടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നൈസ് തുണിയുള്ള ഡ്രസ്സുകൾ ഇടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പം എനിക്കതൊക്കെ മാറി. ഞാൻ നൈസ് എന്ത് ഡ്രസ്സ് ഇടാനോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡേ എനിക്കില്ല. എന്ന് വെച്ചാൽ ഐ ആം ഹാപ്പി. ഞാൻ എങ്ങനെ ഇരിക്കണോ അതിൽ ഞാൻ സന്തോഷിക്കണം. അങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ ബാക്കിയുള്ളവരോടും പറയണത്. നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, അതിപ്പം വണ്ണം വെച്ചായിരിക്കാം, വണ്ണം കുറവായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ നിങ്ങൾ കാണുന്ന കുറവുകൾ നിങ്ങൾ കുറവായിട്ട് കാണാൻ, നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കണം അതിൽ നിങ്ങൾ സ്നേഹിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് വെയിറ്റ് ലോസ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വെയിറ്റ് ഗെയിൻ ആയിരിക്കും ഞാൻ നോക്കണത്. ആ വെയിറ്റ് ഗെയിൻ എന്ന് ഉദ്ദേശിച്ചത് ജസ്റ്റ് എൻ്റെ വെയിറ്റ് BMI കറക്റ്റ് ആക്കുക, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഞാൻ ഇനിയിപ്പോൾ വണ്ണം വെച്ചില്ലേലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കണത്, സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാൻ ഇതേപോലെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് പോവാം എന്നതാണ് എൻ്റെ മെയിൻ ഇത്. അല്ലാതെ വെയിറ്റ് ഗെയിനോ കാരണങ്ങളല്ല. വെയിറ്റ് ഗെയിൻ ചെയ്താൽ അത്രയും സന്തോഷം, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ആദ്യമേ പറയാം, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എങ്ങനെയാണ് ഇരിക്കണേന്ന്. അതിന് ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ആയിരിക്കണം, എന്നാലേ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയാണ് ഞാൻ. പക്ഷേ ഇത് ഓഫ് കോഴ്സ് എന്നോട് ഇപ്പോഴും ചിലവർ പറയാറുണ്ട്. പണ്ട് എനിക്ക് കൂടുതൽ കേൾക്കാറുണ്ട്, ഇപ്പം അത്രയും കേൾക്കാറില്ല. ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വലുതായിട്ട് എൻ്റെ മൈൻഡിൽ കയറ്റിയിട്ടില്ല. അതുകൊണ്ടായിരിക്കാം എനിക്കിപ്പം എങ്ങനെയാണ് ഞാൻ ഇരിക്കണേന്നുള്ളതൊന്നും പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഹെൽത്തി അല്ല, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് എനിക്കിപ്പോഴാണ് തോന്നിയത്. ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇതൊരു സന്തോഷമല്ലാത്ത കാര്യം എന്ന് ആദ്യം പറഞ്ഞത് ഈ ഒരു കാര്യങ്ങളാണ്, സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പം ഐ എം സോ ഹാപ്പി ഈ ഒരു ഡിസിഷൻ എടുത്തതും. പിന്നെ നിങ്ങൾക്കും ഇതേപോലത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി സെൽഫായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യാനേ ഞാൻ പറയുള്ളൂ. എന്ത് നമുക്ക് തോന്നുന്ന അത് ചെയ്യുക. അതിൽ എനിക്ക് ഫസ്റ്റ്
തോന്നിയൊരു കാര്യം, എനിക്ക് വേണ്ടി ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാം. ഇപ്പം കാശിനേക്കാളും സമയം ചിലവാക്കാം എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ച കാര്യം. അപ്പം ആദ്യമേ എനിക്ക് തോന്നിയത് ഓഫ് കോഴ്സ് ഹെൽത്ത്, പിന്നെ സെൽഫ് കെയർ. ഞാൻ അങ്ങനെ ഇപ്പം കാശ് ഞാൻ സ്കിൻ കെയർ മറിച്ച് അങ്ങനെയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. സ്കിൻ കെയർ അല്ല, സോറി, മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട്. അത് ഞാൻ കാശ് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു അതൊക്കെ പൈസ വേസ്റ്റ് അല്ലേ സത്യം പറഞ്ഞാൽ. ഇപ്പം അത് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ ഇനിയും അത് വാങ്ങിക്കും, ഓഫ് കോഴ്സ് വാങ്ങിക്കും. ഇപ്പോൾ അല്ലാതെ എനിക്ക് PR ആയിട്ട് കിട്ടുന്നുണ്ട്, അതൊക്കെ ഐ എം ഹാപ്പി. ബട്ട് അതിലും കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടത് ഹെൽത്തിനാണെന്ന് എനിക്ക് തോന്നിയ ഒരു ടൈമാണിത്. അപ്പം അത് നിങ്ങളോടും ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു. ആൻഡ് അത് ചലഞ്ച് പോലെ ഡെയിലി നിങ്ങൾ എൻ്റെ ഡേ ആയിരിക്കും കാണുന്നത്, ഞാൻ എന്ത് കഴിക്കണം. അല്ലാതെ എൻ്റെ സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഡെയിലി കാണാൻ പോണേണ് ഈ ഒരു വ്ളോഗിൽ. ഇഷ്ടമുള്ളവർ കാണാൻ, ഇനി കണ്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. കാര്യം എൻ്റെ ഏറ്റവും കൂടുതൽ ഷോർട്സാണ് പോണത്. ഇങ്ങനത്തെ വീഡിയോസ് കാണുമില്ലെന്നൊന്നും എനിക്കറിയില്ല. ആൻഡ് ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ മീ. സെക്കൻഡ്, എന്നെപ്പോലെ ഇരിക്കണം, അല്ലെങ്കിൽ എന്നെപ്പോലെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഇതേപോലെ സെൽഫായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോയിൽ പറ്റുവാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഈ 2 കാരണങ്ങൾ മൈൻഡ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്, ചലഞ്ചായിട്ട് ചെയ്യാൻ പോണത്. അപ്പം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഐ വിൽ ബി സോ ഹാപ്പി ഇഫ് സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ മറന്നുപോയി. ഇനി എന്നെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഹെൽത്തി ചലഞ്ച് ചെയ്യാൻ പോണത്. വിച്ച് ഈസ് നമ്മളൊരു ചലഞ്ച്, ഇപ്പം ഞാൻ ബാലുവിൽ കണ്ട ഒരു കാര്യം, നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങിയാൽ നമ്മളത് പിന്നീട് നമ്മൾ കണ്ടിന്യൂസ് അങ്ങനെ ചെയ്താൽ, ഇടയ്ക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യാനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്ക് സ്കിപ്പ് ചെയ്താലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും എന്ന് ഞാൻ ബാലുവിൽ കണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓഫ് കോഴ്സ് ഐ വോണ്ട് ടു ഡു. എത്ര മാസം ആണെന്ന് എനിക്കറിയില്ല, മേ ബി 1 month ഓർ മേ ബി 2 months. പിന്നെ ഞാൻ റെഗുലറായിട്ട് അത് ഞാൻ കഴിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, ഞാൻ വെജിറ്റബിൾസ് കഴിക്കില്ല. ബട്ട് ഐ എം ഗോണ സ്റ്റാർട്ട്. പിന്നെ അപ്പം ഞാൻ എനിക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടി പോണേണ്. അത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടണ എൻ്റെ യൂട്യൂബ് ചാനലിലായിരിക്കും ഞാൻ ഇടാൻ പോണത്. ഐ എം നോട്ട് ഷെയറിങ് ടു ഇൻസ്റ്റാഗ്രാം ഓർ എനിത്തിങ്. ഞാൻ എന്തായാലും യൂട്യൂബിലായിരിക്കും ഷെയർ ചെയ്യണത്. ബിക്കോസ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, എനിക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലാണ്, പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഫസ്റ്റ് ഒരിഷ്ടം തോന്നിയ സത്യം പറഞ്ഞാൽ യൂട്യൂബിലാണ്. എനിക്കറിയില്ല, അവിടെ ഉള്ളവർ ഇപ്പം എനിക്ക് കോമൻസായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എനിക്ക് മെയിലൊക്കെ അയക്കാറുണ്ട്. കുറേ പേരല്ല കേട്ടോ ഞാൻ പറഞ്ഞു, 2-3 മെയിലൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ആ മെയിലും ഇതേപോലെ കൊമൻസൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇഷ്ടം എനിക്ക് തോന്നിയേക്കണത് യൂട്യൂബിനോടാണ്. പിന്നെ എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സിനെയും എനിക്ക് സപ്പോർട്ട് ഇതുവരെ തന്നിട്ടുണ്ട്. അപ്പം ഇതിലും എനിക്ക് സപ്പോർട്ട് തരുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇത് ലെങ്തി വീഡിയോ ആയതുകൊണ്ട് ചിലവർക്ക് അത് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ല. കാണാൻ ആഗ്രഹമില്ലാത്തവർ കാണാൻ ആഗ്രഹമുള്ളവർ എൻ്റെ ഡെയിലി ലൈഫ് കാണാൻ ആഗ്രഹമുള്ളത്, ഞാൻ കാണാൻ ആഗ്രഹമുള്ളത്, ചിലപ്പം അതിൽ കുക്കിംഗ് ഉണ്ടാവും, കുക്കിംഗ് കാണാൻ ആഗ്രഹമുള്ളവർ അത് കാണാം. അത്രേ എനിക്ക് പറയാനുള്ളത്. അത് ബാക്കി ആർക്കെങ്കിലും യൂസ്ഫുൾ ആവണമെങ്കിൽ അതാവട്ടെ. ആൻഡ് ഐ എം സോ ഹാപ്പി. എനിക്കത് പറ്റുമെന്ന് വിശ്വസിക്കുന്ന, ഞാനൊരു അത്യാവശ്യം എന്തുകൊണ്ടെങ്കിലും കൺസിസ്റ്റൻ്റ് ആവണ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം എനിക്കിതിന് എനിക്കറിയാം ഈ ഒരു കാര്യം ഇറ്റ്സ് നോട്ട് ഈസി ഫോർ മീ. ഇറ്റ്സ് നോട്ട് ഈസി. അത് അത്രയും ഈസി ഉള്ള കാര്യമല്ല ബാക്കിയുള്ളവർ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോകണം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകണം. ഞാൻ എന്ന് വെച്ചാൽ ഫുഡ് മോർണിംഗ് ഞാൻ കഴിക്കില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. ആൻഡ് ഐ ഡോണ്ട് നോ, ഞാനിപ്പോഴും നാളെ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് പറ്റുമോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ബട്ട് ഐ ക്യാൻ. എനിക്ക് ഇത്രയും നാൾ എന്തൊക്കെ പറ്റി, എനിക്ക് പറ്റാത്തൊരു കാര്യം സംസാരിക്കണം, അത് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്, ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ഓഫ് കോഴ്സ് ഐ ക്യാൻ ആൻഡ് ഐ വിൽ ബി കൺസിസ്റ്റൻറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് മൈ ഗോഡ്, എനിക്ക് വാക്കുകൾ കിട്ടണില്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പം നിങ്ങൾ തന്നെ ഡെയിലി ഇനി കാണും. ഞാൻ നാളെ തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യണത്, വിച്ച് ഈസ് സ്പെഷ്യൽ. നാളെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും.
പിറ്റേ ദിവസം എൻ്റെ നാളത്തെ വീഡിയോ ആയിരിക്കും ഫുഡും കാര്യങ്ങളും ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. ആൻഡ് ഐ നീഡ് യുവർ സപ്പോർട്ട് ഇഫ് യു ക്യാൻ, ഇഫ് നോട്ട് കുഴപ്പമില്ല. സോ ലെറ്റ്സ് ബിക്കം ഹെൽത്തിയർ, സ്ട്രോങ്ങർ ആൻഡ് ഹാപ്പിയർ ടുഗദർ. എനിക്ക് അത്രേ പറയാനുള്ളത്. ആൻഡ് താങ്ക് യു. ബൈ.